നമസ്തേ, കപ്പൂസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് കാട്ടാളിന്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ചെറിയൊരു ലോഗോ കാണിച്ചിട്ട് കബ്രാൾ കാട്ടാളൻ എന്ന് പറയും കാണിച്ചിട്ടുണ്ട്. 616 ചെകുത്താന്റെ നമ്പറാണ് അല്ലേ? അതെ, ഈ കബ്രാൾ എന്താണ് എന്ന് നമ്മൾ മാർക്കോയില് ജസ്റ്റ് കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പം നമ്മുടെ മാർക്കോയുടെ ഒരു എൻഡ് കറക്റ്റ് സീൻ ഉണ്ടായിരുന്നല്ലോ, മറ്റേ നമ്മള് മാർക്കോ ഒരു ഇത് മാർക്കോല എൻഡ് ക്രെഡിറ്റ് സീനിൽ ഇതുപോലത്തെ ഒരു സിമ്പൽ ഇവിടെ കബ്രാളിന്റെ സിമ്പലാണ് അത് കാണിക്കുന്നത്. അപ്പൊ ആരോ അതിനൊരു കില്ലാടിയാണെന്ന്. അതെ, ഈ കബ്രാൾ എന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ ഈ മാർക്കോ സിനിമയില് അവരെല്ലാരും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു വെള്ള ഹൗസ് ഉണ്ട്, വൈറ്റ് ഹൗസ് ഉണ്ട്. അവിടെയാണ് ഈ ഒരു സിൻഡിക്കേറ്റിന്റെ ഒരു അവിടെ ഈ ലോഗോ കാണിക്കുന്നുണ്ട്, അവിടത്തെ ചുമരിൽ കാണിച്ചിട്ടുണ്ട്. ഇത് അത് തന്നെ അവരെല്ലാരും കൂടി ഇരിക്കുന്ന ഒരു ഇത്, അതായത് നമ്മുടെ സിദ്ദിഖ്, ജോർജ്, അതുപോലെ ടോണി ഇരിക്കുന്ന. അതുപോലെ തന്നെ നമ്മുടെ റസലിന്റെ മോതിരത്തിലും ആ സിമ്പിള് കാണിക്കുന്നുണ്ട്, കബ്രാളിന്റെ അല്ലേ? അത് തന്നെയാണെന്ന് അത് തന്നെ ട്രയാങ്കിളിന്റെ കാണിക്കുന്നുണ്ട്. അപ്പം അതേ കബ്രാളിനകത്തുള്ള ഒരു മൂന്നാമത്തെ വ്യക്തി ആയിരിക്കാം ഈ കാട്ടാളിന് വരുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ കബ്രാൾ എന്താണെന്നും മാർക്കോ ആയിട്ടുള്ള ഒരു ചെറിയ കണക്ഷനും എന്തായാലും നമുക്ക് കാണാൻ പറ്റും. കാട്ടാളൻ വെറും ഒരു ഹൈപ്പ് ഇല്ലാതിരുന്ന സിനിമയായിരുന്നു. ഇത് വന്നതോടുകൂടി ചെറിയൊരു ഹൈപ്പ് ക്രിയേറ്റ് സിദ്ദിഖിന്റെ പോസ്റ്റർ കാണിച്ചപ്പോ മുതൽ ശരിയാണ്. അന്ന് വരെ മാർക്കുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് സിദ്ദിഖിന്റെ പോസ്റ്റർ വന്നിട്ട് ജോർജ് പീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ കണ്ടു. നല്ല പരിചയം, എല്ലാവരും കണക്ഷൻ ഉണ്ട്. എന്തായാലും ഉണ്ണിമൂന്തൻ കാണൂല, അതെന്തായാലും വരൂല. ഇല്ല, ഇത് എന്തായാലും മാർക്കോ യൂണിവേഴ്സ് ആണെന്ന് കൺഫേം ആയിട്ടുണ്ട്. ഇനി ആ ഒരു ബാക്കിയുള്ള അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എന്താണ് കബ്രാള് ഒരു ഗോൾഡ് സിൻഡിക്കേറ്റ് അങ്ങനെ പോകുന്ന ഒരു കഥയായിരിക്കും കാട്ടാളിൽ നമ്മൾ മറ്റേ ആനയുടെ കൊമ്പൊക്കെ കാണിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ഈ സിൻഡിക്കേറ്റില് ഫുള്ള് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. അതിന്റെ ഒരു വെർഷൻ, വേറൊരു വെർഷൻ ആയിരിക്കും കാട്ടാളിൽ കാണാൻ പോകുന്നത്. അപ്പം ഇതുവരെ ഇല്ലാതെ ഹൈപ്പ് കാട്ടാളിന് വന്നിട്ടുണ്ട്, ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട്. ഇനി സിനിമ ഇറങ്ങുന്ന നോക്കാം, ബാക്കി നോക്കാം. എന്തായാലും എന്താണ് ക്യൂബ് എന്റർടൈൻമെന്റ്സിന്റെ ഒരു അടിപൊളി പടമായിരിക്കും ഇത്, പ്രതീക്ഷിക്കുന്നു. എത്ര കോടി അടിക്കും അത് പറയാൻ പറ്റൂല. പടം മാർക്കോ പോലെ ഒരു സൂപ്പർ ഹിറ്റ് ആയി. മാർക്കോ ഹിന്ദിയിൽ കയറി കൊളുത്തിയില്ലടാ, അതുപോലെ ഇതും. അതെ, അവന്മാര് പക്ഷെ ഹിന്ദിയിൽ ഇറങ്ങി അവിടെ കത്തി നിന്നപ്പോഴത്തേക്ക് അവന്മാര് ലീക്ക് ചെയ്ത് കളഞ്ഞു ഹിന്ദിക്കാരന്മാര്. അതുപോലത്തെ ഒരു അവസ്ഥ കാട്ടാളിന് വരാതിരിക്കട്ടെ. എന്തായാലും നല്ലൊരു ഹിറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാൻ ഇന്ത്യ നല്ല എല്ലാ ഭാഷയിലും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇതിന്റെ തന്നെ ഇത് കണ്ട കാട്ടാള മലയാളം, ഇംഗ്ലീഷ് എല്ലാ ഭാഷയിലും അടിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഹിന്ദി ലോകേഷ് കനകരാജിന്റെ നമ്മള് മറ്റേ LCU കാണും പോലെ ഇവർക്കൊരു യൂണിവേഴ്സ് ഇങ്ങനെ പടർന്നു പോട്ടെ അല്ലേ? ഇതുവരെ അതിനുള്ള ഒരു കണ്ടന്റ് വന്നില്ല. ഈ സിനിമയിലൂടെ ഓപ്പൺ ആവുമായിരിക്കും. അപ്പൊ സിനിമ കാണുമ്പോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അതിൽ പറഞ്ഞു പോകുമായിരിക്കും എന്തായാലും. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് കാട്ടുള്ള വരുമ്പോ അതിന്റെ വിശേഷങ്ങളായിട്ടൊക്കെ നമുക്ക് വരാം. അപ്പൊ until then let's have a short break. മെയ് 28 തീയതി പറയുന്നത്. അപ്പൊ കാട്ടാളിന്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ അന്ന് വരാം. അതുവരെ like